ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിന് നേരെ അക്രമം. ജൂൺ 7-ന് മുംബൈയിലെ പരേൽ പ്രാന്തപ്രദേശത്ത് റോഡരികിൽ സ്ഥാപിച്ചിരുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപമാണ് അജ്ഞാതർ തകർത്തത്. സംഭവത്തിൽ മുംബൈയിലെ പ്രാദേശിക കത്തോലിക്ക സമൂഹവും ബോംബെ അതിരൂപതയും ശക്തമായ പ്രതിഷേധവും ആശങ്കയും രേഖപ്പെടുത്തി. റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന ക്രൂശിത രൂപത്തിന് നേരെ നടന്ന ആക്രമണം അങ്ങേയറ്റം കാടത്തമാണെന്ന് പരേൽ ഹോളി ക്രോസ് ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നൊറാണ UCA ന്യൂസിനോട് പ്രതികരിച്ചു. ഈ അക്രമം പ്രദേശത്തെ കത്തോലിക്ക വിശ്വാസികളുടെ മതവികാരങ്ങളെ ആഴത്തിൽ വ്രണപ്പെടുത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശുദ്ധ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളും രാഷ്ട്രീയ അനിശ്ചിതത്വവും മൂലം ക്രൈസ്തവ സമൂഹം കടുത്ത പ്രതിസന്ധിയിലാണെന്നും അവർക്കുള്ള പിന്തുണ ശക്തിപ്പെടുത്താൻ ഫ്രാൻസ് അടിയന്തരമായി ഇടപെടണമെന്നും ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബല്ല ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പാരീസിലെ എലിസി കൊട്ടാരത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഈ ആശങ്ക പങ്കുവച്ചത്. നീതി, സമാധാനം, മതാന്തര സംവാദം എന്നിവയ്ക്കായി കർദിനാൾ നടത്തിയ സ്തുത്യർഹമായ ഇടപെടലുകളെ മാനിച്ച് ഫ്രാൻസിന്റെ പരമോന്നത ബഹുമതികളിലൊന്നായ ലീജിയൺ ഓഫ് ഓണർ ഓഫീസർ പദവി നൽകി ഫ്രഞ്ച് സർക്കാർ അദ്ദേഹത്തെ ആദരിച്ചു. ഈ പുരസ്കാര സ്വീകരണ ചടങ്ങിന് ശേഷമായിരുന്നു പ്രസിഡന്റ് മാക്രോണുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ച. സ്നേഹത്തിനെ ഭാഷയുടെയോ കാഴ്ചയുടെയോ അതിർവരമ്പുകളിൽ നിന്ന് വീണ്ടും തെളിയിച്ച് മാർപ്പാപ്പയുടെ മാഡ്രിഡ് സന്ദർശനം. ജന്മന കാഴ്ചയില്ലാത്തതും ഡൗൺ സിൻഡ്രോം ബാധിതനുമായ അന്റോണിയോ എന്ന 5 വയസ്സുകാരനും ലിയോ 14 പാപ്പയും തമ്മിലുള്ള കൂടിക്കാഴ്ച അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടുകയാണ്. അപരിചിതരെ കാണുമ്പോൾ സാധാരണയായി അകലം പാലിക്കാറുള്ള അന്റോണിയോ തെല്ലും ഭയമില്ലാതെ മാർപ്പാപ്പയുടെ കൈകളിലേക്ക് പോവുകയും അദ്ദേഹത്തെ സ്നേഹത്തോടെ ചുംബിക്കുകയും ചെയ്ത ദൃശ്യം കണ്ടുനിന്നവരുടെ കണ്ണു നിറച്ചു. അന്റോണിയോ ഒരിക്കലും ഇത്ര വേഗത്തിൽ ആരുമായും അടുക്കാറില്ല. എന്നാൽ പാപ്പയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യവും സുരക്ഷിതത്വവും അവന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്ന് കുട്ടിയുടെ അമ്മ എലോയിസ വികാരധീനയായി പറഞ്ഞു. സ്പാനിഷ് ദ്വീപായ ഗ്രാൻഡ് കാനറിയയിലെ സ്റ്റേഡിയത്തിൽ ജൂൺ 11-ന് വൈകുന്നേരം നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ലിയോ 14 പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്നേഹം, കഷ്ടപ്പാട്, എളിമ എന്നിവയെക്കുറിച്ച് സംസാരിച്ച പാപ്പ യൂറോപ്പിലേക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം തേടിയെത്തുന്ന കുടിയേറ്റക്കാരുടെ പ്രധാന താവളങ്ങളിലൊന്നായ ഈ ദ്വീപ് സാക്ഷ്യം വഹിച്ച കഷ്ടപ്പാടുകളെ പ്രത്യേകം അനുസ്മരിച്ചു. യൂറോപ്പിലേക്കുള്ള യാത്രാമധ്യേ കടലിൽ ജീവൻ നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്കായി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. ദൈവത്തിന് ഇസ്രായേൽ ജനത്തോടുള്ള നിരപരാധികമായ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്ന നിയമാവർത്തന പുസ്തകത്തിലെ വചനഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ലിയോ പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ക്രൂരമായ മതപീഡനങ്ങൾക്കിരയായി രക്തസാക്ഷിത്വം വരിച്ച 2 വൈദികരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള വൈദികരായ ഫാദർ ജാൻ ബുല, ഫാദർ വാക്ലാവ് ഡോർബോള എന്നിവരെയാണ് കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. കത്തോലിക്ക വിശ്വാസത്തെ പ്രതി മുൻ ചെക്കോസ്ലോവാക്യയിൽ 1951, 1952 വർഷങ്ങളിലായി വധിക്കപ്പെട്ട ഇവർ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പീഡനങ്ങളുടെ ഇരകളായി വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യത്തെ വ്യക്തികളാണ്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.